1 പത്രോസ് 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാവുന്നു. മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഹല്ലേലൂയ. നിങ്ങളോ, നമ്മളെ അന്ധകാരത്തിൽ നിന്നും കർത്താവ് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു നിർത്തിയിരിക്കുവാന്ന്. ആ ഇരുട്ടിലായിരുന്നു, അല്ലെ പാപത്തിന്റെ അവസ്ഥയിലായിരുന്നു നമ്മളെ ഇന്ന് പാപമില്ലാത്തൊരവസ്ഥയിൽ കർത്താവ് ആക്കി നിർത്തിയിരിക്കുക. അതാ വെളിച്ചത്തിന്റെ അവസ്ഥ. നമ്മളെ പ്രകാശത്തിലേക്ക്, അവന്റെ പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചു നിർത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമ്മളെ തെരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുക. ഇവിടെ നമ്മുടെ കഴിവോ ഗുണമോ ഒന്നുമല്ല, കർത്താവാ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കർത്താവ് നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് ഇന്ന് വെളിച്ചത്തിലാക്കിയിരിക്കുമ്പോൾ അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഘോഷിപ്പാൻ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ മറ്റുള്ളവരോട് പറയുവാൻ വേണ്ടി കർത്താവ് നമ്മളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തിരിക്കുക. ഒരു നന്മയെങ്കിലും കർത്താവിൽ നിന്നും പ്രാപിക്കാത്ത ആരുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവ് ചെയ്ത നന്മകളെ അത് മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണം, കർത്താവിനെ അറിയാത്തവരോട് പറയുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഓരോരുത്തരും തെരഞ്ഞെടുത്തിരിക്കുക. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവുമാ. കർത്താവ് നമ്മളെ വിശുദ്ധീകരിച്ച് നിർത്തിയിരിക്കുക ഇന്ന്. കാരണം പാപമില്ലാത്തൊരവസ്ഥ അത് വിശുദ്ധമായ ഒരവസ്ഥയാ. നമ്മുടെ സകല പാപങ്ങളെയും യേശു തന്റെ രക്തത്താൽ കഴുകി ഇന്ന് ശുദ്ധീകരിച്ച് മക്കളാക്കി നിർത്തിയിരിക്കുക. ആ ഒരു അധികാരത്തിൽ നമ്മളെ ഇന്ന് കർത്താവ് നിർത്തിയിരിക്കുന്നത്. ഒരു രാജകീയ പുരോഹിത വർഗമാക്കിയ ഇന്ന് നിർത്തിയിരിക്കുന്നത്, സ്വന്തം ജനമാക്കിയ കർത്താവ് നിർത്തിയിരിക്കുന്നത്. അതും പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ, ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ മറ്റുള്ളവരോട് പറയുവാൻ തക്കോണം കർത്താവ് നമ്മളെ ഓരോരുത്തരും ഉപയോഗിക്കട്ടെ. ആ കർത്താവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും നാവുകളെ ശക്തീകരിക്കട്ടെ. എല്ലാവരുടെയും നാവുകളെ കർത്താവ് ഉപയോഗിക്കട്ടെ. ദൈവമായ കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.